10th ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് ഒക്കെ വന്ന് എല്ലാവരും +1 ഒക്കെ ജോയിൻ ചെയ്തിട്ടിരിക്കുമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് മൊത്തം 10 ചാപ്റ്ററാണ് ഈ ഒരു വർഷം പഠിക്കാനുള്ളത്. നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരും റെഡി ആണല്ലോ? സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയ ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിന്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്താണ്? ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ അല്ലേ? ഇത്തിരി ലോങ് ചാപ്റ്റർ ആണ്, പക്ഷെ ലോങ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ കുറച്ച് കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ഇച്ചിരി മാത്സ് ഒക്കെ ആയിരിക്കും നമുക്കിതിൽ വരിക. പക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടിരുന്ന് ചെയ്തു പോകാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? ആദ്യം തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്നൊന്ന് നോക്കാം. നമ്മുടെ മെയിൻ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് അടിച്ചിട്ട് നോക്കിയിട്ട് വരാം. ഫസ്റ്റ് ടോപ്പിക് എന്താ? ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. ഓക്കെ, സെക്കൻഡ് വൺ ഡാറ്റ പ്രോസസ്സിംഗ്. ദെൻ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. ദെൻ കമ്പ്യൂട്ടർ ആസ് എ ഡാറ്റ പ്രൊസസ്സർ, അവിടെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. ദെൻ നമ്പർ സിസ്റ്റം വരുമ്പോൾ നമ്മൾ 4 എണ്ണമാണ് പഠിക്കുന്നത്: ഡെസിമൽ, ബൈനറി, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. ഓക്കെ, ഇനി ആ നമ്പർ സിസ്റ്റം നമ്മൾ പഠിച്ച 4 എണ്ണത്തിന് കൺവേർഷൻസ് ആണ് പിന്നത്തെ ടോപ്പിക്കിൽ വരിക. അതായത് ഡെസിമലിനെ നമ്മൾ ബൈനറിയിലേക്കും ഒക്ടലിലേക്കും ഹെക്സാഡെസിമലിലേക്കും മാറ്റും. അതുപോലെ തന്നെ ബൈനറിനെ നമ്മൾ ഡെസിമലിലേക്കും ഒക്ടലിലേക്കും ഹെക്സാഡെസിമലിലേക്കും മാറ്റും. ദെൻ ഒക്ടലിനെ ബാക്കി 3 എണ്ണം ഏതൊക്കെയാണ്? ബൈനറി, ഡെസിമൽ, ഹെക്സാഡെസിമൽ. അതുപോലെ ഹെക്സാഡെസിമലിനെ ബാക്കി 3 എണ്ണത്തിലേക്കും ഡെസിമൽ, ബൈനറി, ഒക്ടൽ. ഇങ്ങനെയുള്ള കൺവേർഷൻസ് ആണ് നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് വരുന്നതാണ് ബൈനറി അഡീഷൻ. അത് കഴിഞ്ഞ് ലാസ്റ്റ് ടോപ്പിക്കാണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഡാറ്റ എന്ന് പറയുമ്പോഴേക്ക് ഏതൊക്കെയാണ്? നമ്മുടെ നമ്പേഴ്സ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഓഡിയോസ്, ഇമേജസ്, വീഡിയോസ് ഇതൊക്കെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ലാസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? അങ്ങനെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്താണ്? ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുന്നതിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറഞ്ഞത്. അതായത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. ഓക്കെ, റോ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡേറ്റയാണ് അല്ലേ? അതുപോലുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഡേറ്റയെ പ്രോസസ്സ് ചെയ്ത ഫോം അല്ലെങ്കിൽ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ഫോമിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. എന്താണ്? SSLC സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങളിപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിറങ്ങിയുള്ളൂ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവാം? നിങ്ങളുടെ പേരുണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ സെക്സ്, പിന്നെ പാരൻസിൻ്റെ പേര്, നമ്മുടെ അഡ്രസ്സ്, പിന്നെ മെയിനായിട്ട് നമ്മുടെ ഗ്രേഡ് ഡീറ്റെയിൽസ്, നമ്മുടെ മാർക്ക് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ പേര്, ഇപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു അനിത മോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആളുടെ പേരും ആളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ ഫീമെയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡേറ്റ എന്ന് പറയും. ഓക്കെ, പക്ഷേ ഈ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്ന എന്തിനു നേരെയാണ്? നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു ലേബൽ കൊടുത്തിട്ടാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നൊരു ലേബൽ കൊടുത്തിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴേക്ക് എന്തായി? ഈ ഡേറ്റിനെ നമ്മളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്തു. അപ്പോൾ അതെന്തായി? ഇൻഫോർമേഷൻ ആയി അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫോർമേഷൻ ആണ്. ക്ലിയർ ആയല്ലോ? ഡാറ്റ എന്താണ്, ഇൻഫോർമേഷൻ എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ കമ്പാരിസൺ നോക്കാം. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഡേറ്റ എന്ന് പറയുമ്പോഴേക്കും അതെന്താണ്? റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ്. അതേസമയം ഇൻഫോർമേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പ്രോസസ്ഡ് ഡേറ്റയാണ്. അതുപോലെ സിമിലർ ടു റോ മെറ്റീരിയൽസ്. ഡേറ്റ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിനോട് സിമിലർ ആണ്. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫിനിഷ് ആയ ഒരു പ്രോഡക്റ്റിനോട് സിമിലർ ആണ്. ഓക്കെ, ദെൻ കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ്. ഡേറ്റ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യും? ആഡ്സ് ടു നോളജ്. അതുപോലെ തന്നെ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണ്. ദെൻ ഡസ് നോട്ട് ഗീവ് പ്രിസൈസ് ആൻഡ് ക്ലിയർ സെൻസ്. ഓക്കെ, ഒരു പ്രിസൈസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിയർ സെൻസ് മീനിങ് നമുക്ക് ആര് തരില്ല? ഡേറ്റ് തരില്ല. ഓക്കെ, ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡേറ്റ, അത്രേ ഉള്ളൂ. അതെന്താണ് അതിൻ്റെ മീനിങ്, അങ്ങനെ കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ കിട്ടില്ല. എന്നാൽ ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴോ അത് ക്ലിയർ ആയിരിക്കും, മീനിങ് ഫുൾ ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ വെറുതെ ഒരു നമ്പർ എഴുതിയെന്ന് വിചാരിക്കുക. ഓക്കെ, 34 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ എഴുതി. അതെന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും, ജസ്റ്റ് ഡേറ്റ. എന്നാൽ നമ്പർ അതിന് നമ്മളൊരു ലേബൽ കൊടുക്കുകയാണ്. ഏജ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലേബൽ കൊടുക്കുകയാണെങ്കിൽ എന്തായി? അതൊരു ഇൻഫർമേഷനായി. അവിടെ ഒരു മീനിങ് ഉണ്ട്. ഏജ് ആണ് 34 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ അല്ലേ? അടുത്ത ടോപ്പിക്കാണ് ഡേറ്റ പ്രോസസ്സിംഗ്. ആദ്യം നമുക്ക് പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ,
ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസിനെയും അതുപോലെ തന്നെ ഓപ്പറേഷൻസിനെയും നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ആക്ടിവിറ്റീസ് ഓർ ഓപ്പറേഷൻസ് ടു ജനറേറ്റ് ഇൻഫർമേഷൻ ക്യാൻ കളക്റ്റീവ്ലി ബി ടേംഡ് ആസ് പ്രോസസ്. ഓക്കെ ആണല്ലോ. ഇനി ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡേറ്റ പ്രോസസ്സിംഗ് റെഫേഴ്സ് ടു ദ ഓപ്പറേഷൻസ് ഓർ ആക്ടിവിറ്റീസ് പെർഫോംഡ് ഓൺ എ ഡേറ്റ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡേറ്റയിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസിനെയും ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. ആ ഡേറ്റ പ്രോസസ്സിംഗ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഫർമേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? പ്രോസസ്സ് എന്താണ്, ഡേറ്റ പ്രോസസ്സിംഗ് എന്താണ്, ഇൻഫർമേഷൻ എന്താണ്, ഈ 3 കാര്യങ്ങൾ. ഓക്കെ, നോക്കി ഇവിടെ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഈ ഒരു പ്രോസസ്സിന്റെ ഇൻപുട്ട് ആയിട്ട് പറയുന്നത് എന്താ? ഡേറ്റേനെയാണ്. കണ്ടോ, ഡേറ്റ ഇങ്ങോട്ടല്ലേ വരുന്നത്? ആരോ കൊടുത്തേക്ക് നോക്കി പ്രോസസ്സിലേക്കാണ്. അതായത് പ്രോസസ്സിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഡേറ്റയാണ്. അപ്പൊ പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? ഇൻഫർമേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് കുറച്ച് ഓപ്പറേഷൻസും ആക്ടിവിറ്റീസ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ അത് കുറച്ചൊരു 6 ഫേസസ് ആയിട്ട് തിരിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. ഏതൊക്കെയാ നോക്കി? ഡേറ്റ ക്യാപ്ചറിങ്, ഇൻപുട്ട്, പ്രോസസ്സിംഗ്, സ്റ്റോറേജ്, ഔട്ട്പുട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയാണ് ഈ ഒരു ഡേറ്റ പ്രോസസ്സിംഗിൽ വരുന്ന ഫേസസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്കത് ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. ചെറിയ ചെറിയ ഡെഫിനിഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്താ? ക്യാപ്ചറിങ് ഡേറ്റ, അതായത് പ്രിപ്പറേഷൻ ഓഫ് ഹാർഡ് കോപ്പി ഓഫ് സോഴ്സ് ഡോക്യുമെന്റ് ആൻഡ് ഡേറ്റ കളക്ഷൻ ഫ്രം ദി യൂസർ. അതായത് യൂസറിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, അതിൻ്റെ ഹാർഡ് കോപ്പി, അതിനെയാണ് നമ്മൾ ക്യാപ്ചറിങ് ഡേറ്റ എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഡേറ്റാസ് ക്യാപ്ചർ ചെയ്യണ്ടേ, കളക്ട് ചെയ്യണ്ടേ, അത് തന്നെ സംഭവം. ദെൻ ഇൻപുട്ട് ഓഫ് ഡേറ്റ, എന്താണ്? നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കൊടുക്കുന്നത്, അതാണ് നമ്മുടെ ഇൻപുട്ട് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സ്റ്റോറേജ് ഓഫ് ഡേറ്റ, എന്താണ്? നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഈ ഫുൾ ഡേറ്റ സ്റ്റോർ ചെയ്യണ്ടേ. സ്റ്റോർ ചെയ്തൊരു സ്ഥലത്ത് വെച്ചാൽ മാത്രമല്ല നമുക്ക് അതെടുത്ത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സ്റ്റോറേജ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. ദ ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് ആസ് എ റിസൾട്ട് ഓഫ് പ്രോസസ്സിംഗ് ഈസ് ഓൾസോ സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ. അതായത് പ്രോസസ്സിംഗ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് പറഞ്ഞത്? ഇൻഫർമേഷൻ ആണെന്ന് പറഞ്ഞല്ലേ. ഈ ഒരു ഇൻഫർമേഷനും എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഈ ഒരു സ്റ്റോറേജ് സ്പേസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. Then processing or manipulating data, എന്താണ്? It consists of various steps like computation, classification, comparison, summarization, etc. that converts input into output. നമ്മൾ കൊടുത്ത ഇൻപുട്ടിനെ ഔട്ട്പുട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ, അതാണ് നമ്മൾ ഈ ഒരു ഫേസിൽ വരുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? കമ്പ്യൂട്ടേഷൻ വരുന്നുണ്ട്, അതുപോലെ ക്ലാസിഫിക്കേഷൻ വരും, കമ്പാരിസൺ വരും, സമ്മറൈസേഷൻ, ഇങ്ങനെ ഒത്തിരി സ്റ്റെപ്സ് അവിടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഫേസ് ഏതാണ്? ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, വി വിൽ ഗെറ്റ് ദ റിസൾട്ട് ആസ് ഇൻഫർമേഷൻ ആഫ്റ്റർ പ്രോസസ്സിംഗ് ദ ഡേറ്റ. നമ്മൾ ആ ഒരു ഫിഗറിൽ പറഞ്ഞല്ലേ, പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഇൻഫർമേഷൻ ആണല്ലേ. അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഓഫ് ഇൻഫർമേഷൻ എന്ന ഫേസിൽ നമ്മൾ പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫർമേഷൻ, അതായത് നമുക്കിത് ഒരാൾക്ക് കൊടുക്കാനുള്ള കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ ഏത് പേഴ്സൺ ആണോ അല്ലെങ്കിൽ ഏത് കമ്പ്യൂട്ടറിനാണോ ആൾക്ക് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് ആ ഒരു ലാസ്റ്റ് ഫേസ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡേറ്റ പ്രോസസ്സിംഗ് ഫേസസ് എന്ന് പറയുന്ന 6 ഫേസസ്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇനി നമ്മുടെ മൂന്നാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നത് എന്താ? ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ. ഓക്കെ, എന്തൊക്കെയാണ്? എ കമ്പ്യൂട്ടർ ഈസ് നോട്ട് എ സിംഗിൾ യൂണിറ്റ്. നമുക്കറിയാം അല്ലേ, കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആണോ? അല്ല, അതിന് ഒത്തിരി ഫങ്ഷണൽ പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ് ഫങ്ഷണൽ പാർട്സ്? നമുക്ക് താഴെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻപുട്ട് യൂണിറ്റ് ഉണ്ടാകും, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാകും, സ്റ്റോറേജ് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, ഇങ്ങനെയുള്ള ഫങ്ഷണൽ പാർട്സ് എല്ലാം കൂടി ഒരുമിച്ച് വരുന്നതാണ് എന്ത്? നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കണ്ടേ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പം അറിയാം അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റാസ് ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. അവിടെ എന്ത് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസസ് ആയ കീബോർഡും മൗസും സ്കാനർ, മൈക്ക് പോലുള്ള ഇൻപുട്ട് ഡിവൈസസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡേറ്റാസ് ഒക്കെ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? പിന്നെ വരുന്നതാണ് നമ്മുടെ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് CPU. CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചിട്ടുണ്ട്. CPU is the brain of the computer അല്ലേ? ഓക്കെ, അത് തന്നെ. CPU is the brain of the computer. All major computations and comparisons are made inside the CPU. എല്ലാ കമ്പാരിസൺസും എല്ലാ എന്താണ് കമ്പ്യൂട്ടേഷൻസും എവിടെയാണ് നടക്കുന്നത്? CPU-ലാണ് നടക്കുന്നത് അല്ലേ? അതിന് 3 കമ്പോണൻസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, ദെൻ കൺട്രോൾ യൂണിറ്റ് ആൻഡ് രജിസ്റ്റേഴ്സ്. ഇങ്ങനെ മൂന്ന് കമ്പോണൻസ് ആണ് നമ്മുടെ CPU-നുള്ളത്. അപ്പോൾ അതും ഓരോന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ ആണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ഇവിടെ മെയിൻ ആയിട്ടും കാൽക്കുലേഷൻസും അതുപോലെ ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെയാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് ഇറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. എങ്ങനെയുള്ളത്? സച്ച് ആസ് കമ്പാരിസൺ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, കമ്പാരിസൺ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് പോലുള്ള കാൽക്കുലേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും ഒക്കെ പെർഫോം ചെയ്യുന്നത് ആരാണ്? ALU ആണ്. ഓക്കെ, the data and instruction stored in the storage unit are transferred to the ALU and the processing takes place in it. എന്താണ്? നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യും? ALUയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതായത് സ്റ്റോറേജ് യൂണിറ്റിലുള്ള ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും ALUയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പ്രോസസ്സിങ് നടക്കും. അതാണ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ നടക്കുന്നത്. ദെൻ അടുത്തത് വരുന്നതാണ് കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെയുണ്ട്. എന്താ ചെയ്യുന്നത്? ഇറ്റ് ഇൻവോക്സ് ദ അതർ യൂണിറ്റ്സ്. എന്ത് ചെയ്യുന്നു? മറ്റേ യൂണിറ്റ്സിനെ ഇൻവോക്ക് ചെയ്യുന്നു. എന്തിന്? ടു ടേക്ക് ചാർജ് ഓഫ് ദ ഇൻഫർമേഷൻ ദേ ആർ അസോസിയേറ്റഡ് വിത്ത്. അതിന് ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ലേ, ഒരു കാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ യൂണിറ്റ്സിനെ ഇൻവോക്ക് ചെയ്യുന്നത് ആരാ? നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇറ്റ് ഒബ്റ്റെയിൻസ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി program stored in the memory, interprets the operation and issues signals to the unit concerned with the system to execute them. അതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ കമ്പോണന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? രജിസ്റ്റേഴ്സ് അല്ലേ. രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ CPUവിന്റെ ഫംഗ്ഷൻസിന് ഒന്നുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി സ്റ്റോറേജ് എലമെന്റ് ആണ് നമ്മുടെ രജിസ്റ്റർ എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ്സ് എ ടെമ്പററി സ്റ്റോറേജ് എലമെന്റ്. എന്തിനാ? നമ്മുടെ CPUവിന്റെ ഫംഗ്ഷൻസ് ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. അത്രയാണ്. ഇത് മൂന്നുമാണ് നമ്മുടെ CPUവിന്റെ കമ്പോണൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ CPU എന്താണെന്നുള്ളത് പഠിച്ചു. ഈ രണ്ട് ടോപ്പിക്ക് ക്ലിയർ ആണല്ലോ? അടുത്തത് വരുന്നതാണ് സ്റ്റോറേജ് യൂണിറ്റ്. ഓക്കെ, സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലോ, എന്തൊക്കെയോ സ്റ്റോർ ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ്. എന്തൊക്കെയാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് റിക്വയർഡ് ഫോർ പ്രോസസ്സിങ്ങിന് ആവശ്യമുള്ള ഡേറ്റാസും ഇൻസ്ട്രക്ഷൻസും, അതുപോലെ ഒരു ഓൺഗോയിങ് പ്രോസസ്സിൻ്റെ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സ് നമ്മൾ ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദെൻ ഫൈനൽ റിസൾട്ട്സ് ഓഫ് പ്രോസസ്സിങ് ബിഫോർ റിലീസിങ് ടു ദ ഔട്ട്പുട്ട് യൂണിറ്റ്. നമ്മൾ ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫൈനൽ റിസൾട്ട്, ഇതും സ്റ്റോർ ചെയ്യുന്ന എവിടെയാണ്? ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, രണ്ട് രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. പ്രൈമറി സ്റ്റോറേജ് ആൻഡ് സെക്കൻഡറി സ്റ്റോറേജ്. ഓക്കെ, പ്രൈമറി എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ മെമ്മറി. ഓക്കെ, പ്രൈമറി ഈസ് നോൺ ആസ് ദി മെയിൻ മെമ്മറി. ഈ പ്രൈമറി മെമ്മറി തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട്: റാൻഡം ആക്സസ് മെമ്മറി ആൻഡ് റീഡ് ഓൺലി മെമ്മറി. നിങ്ങൾക്ക് റാം ആൻഡ് റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ? നിങ്ങൾ സിസ്റ്റം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കുമ്പോഴൊക്കെ എല്ലാവർക്കും റാമും റോമും ഒക്കെ നമ്മൾ നോക്കാറുണ്ട് അല്ലേ? സെയിം തന്നെ. എന്താണ്? The one and only memory that the CPU can directly access is the main memory at a very high speed. അതായത് നമ്മുടെ CPUവിന് ഹൈ സ്പീഡിൽ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഒരേ ഒരു മെമ്മറിയാണ്. ഏതാണ്? നമ്മുടെ പ്രൈമറി മെമ്മറി, അതായത് മെയിൻ മെമ്മറി. ഓക്കെ, ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ഹെൻസ് സ്റ്റോറേജ് കപ്പാസിറ്റി ഈസ് ലെസ്. അതിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി ലെസ് ആണ്. അതെന്താ? എക്സ്പെൻസീവ് ആണ്. ഓക്കെ, റാം എന്ന് പറയുന്നത് വോളറ്റൈൽ ആണ്. എന്താണ് വോളറ്റൈൽ എന്ന് പറയുന്നത്? when the power is switched off the content will be erased in nature. അതായത് നമ്മുടെ കണ്ടന്റ് നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡീറ്റെയിൽസ് അതിൽ നിന്ന് ഇറേസ് ആയി പോകും. അങ്ങനെയുള്ളതാണ് റാം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുന്നത്. ഇനി റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വോളറ്റൈൽ ആണ്. അതായത് നമ്മൾ പവർ ഓഫ് ചെയ്താലും അത് അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. ഓക്കെ, അതാണ് റാമും റോമും. എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തത് വരുന്നതാണ് സെക്കൻഡറി സ്റ്റോറേജ്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ ഹാർഡ് ഡിസ്ക്, CD, DVD, മെമ്മറി കാർഡ്, ഇതെല്ലാം വരുന്നത് എന്താ? നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓക്സിലറി സ്റ്റോറേജ്. നമ്മുടെ പ്രൈമറി സ്റ്റോറേജിലുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഇവർ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താണ്? ഇറ്റ് ഹാസ് എ ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി. നമ്മൾ മെയിൻ മെമ്മറിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്താ? ലെസ് സ്റ്റോറേജ് കപ്പാസിറ്റി ആണെന്ന് പറഞ്ഞല്ലേ. സെക്കൻഡറി പറയുമ്പോൾ എന്താണ്? ഹ്യൂജ് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് പെർമനൻ്റ് ആണ്, അത് വോളറ്റൈൽ ഒന്നും അല്ല അല്ലേ? ഓക്കെ, പെർമനൻ്റ് ആണ്. Usually we store data, programs and informations in the secondary storage, but we have to give instruction explicitly for this. Hard disk, CD, DVD, memory stick, etc. are some examples.
ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രൈമറി സ്റ്റോറേജ് എന്താണ്, അതുപോലെ സെക്കൻഡറി സ്റ്റോറേജ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റത്തെ വരുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സിൽ ലാസ്റ്റ് വരുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. നമ്മൾ ഇൻപുട്ട് പറഞ്ഞു, അപ്പോൾ ഔട്ട്പുട്ട് എന്തായിരിക്കും അറിയാം അല്ലേ? എന്താണ്? ഇറ്റ് റിസീവ്സ് ദ റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ CPU ഇൻ കോഡഡ് ഫോം. അതായത് CPU പ്രൊഡ്യൂസ് ചെയ്ത ആ ഒരു റിസൾട്ട്, അതിൻ്റെ കോഡഡ് ഫോം ഇത് റിസീവ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് മനസ്സിലാവുന്ന ഹ്യൂമൻ റീഡബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ആർക്കാണോ ഇത് കൊടുക്കേണ്ട ആളിലേക്ക് അത് എത്തിക്കും. അതാണ് നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, റിസീവ്സ് ദ റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ CPU ഇൻ കോഡഡ് ഫോം, then convert this coded result into human readable form, then supplies the results to the outside world. എന്ത് ചെയ്യും? ഔട്ട്സൈഡ് വേൾഡിലേക്ക് അത് സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നമ്മൾ പഠിക്കുന്നത്. 4 യൂണിറ്റ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ഇൻപുട്ട് യൂണിറ്റ് പഠിച്ചു, CPU പഠിച്ചു, സ്റ്റോറേജ് യൂണിറ്റ് പഠിച്ചു, ദെൻ ലാസ്റ്റ് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആസ് എ ഡേറ്റ പ്രോസസ്സർ. കമ്പ്യൂട്ടർ എന്താണ്? അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ശരിക്കും എന്താ കമ്പ്യൂട്ടറിൽ നടക്കുന്നത്? ഇറ്റ് അക്സെപ്റ്റ്സ് ഡേറ്റ. അതായത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റാസ് അത് അക്സെപ്റ്റ് ചെയ്യും. അതിൽ കുറച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് ഈ ഒരു ഡേറ്റയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. എന്നാൽ ഒരു റിസൾട്ട് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരും. ഇതാണ് ശരിക്കും കമ്പ്യൂട്ടർ ചെയ്യുന്ന പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇതറിയാത്ത കാര്യമല്ല, എല്ലാവരും ചെറിയ ക്ലാസ്സിൽ തൊട്ടേ നമ്മൾ കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിക്കുമ്പോൾ തന്നെ ആദ്യം പഠിക്കുന്നത് എന്താ? കമ്പ്യൂട്ടറിൻ്റെ പാർട്സും ഫങ്ഷൻസും ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നറിയാം, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാം. നോക്കാം. എന്താണ് അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. സ്പീഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ? നമുക്ക് മില്യൺസ് ഓഫ് ഓപ്പറേഷൻസ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അല്ലെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ ആർക്ക് ചെയ്യാൻ പറ്റും? കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. നമ്മൾ ഹ്യൂമൻ ബീങ്സ് 1 മന്ത് അല്ലെങ്കിൽ 1 ഇയർ ഒക്കെ എടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾ കമ്പ്യൂട്ടറിന് വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു സ്പീഡ് ഉണ്ടെന്ന് നമ്മൾ പറയും. അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ആക്യുറസി എന്താ? ഇറ്റ് ക്യാൻ പെർഫോം അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് വിത്ത് എ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി. നല്ലൊരു ആക്യുറസി ഇതിന് കൊടുക്കാൻ സാധിക്കും. ഡിലിജൻസ് കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ, ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് ഫോർ ലോങ് അവേഴ്സ്. എന്താണ്? കമ്പ്യൂട്ടർ ഒരു മെഷീൻ ആയതുകൊണ്ട് തന്നെ അതിന് ഒത്തിരി മണിക്കൂറുകൾ നമുക്കത് വർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിനൊരു ഇമോഷനോ അല്ലെങ്കിൽ നമ്മൾ അനുസരിക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആർക്കില്ല? കമ്പ്യൂട്ടറിനില്ല. ഓക്കെ, ദെൻ വേഴ്സറ്റാലിറ്റി. Computer can be used to perform many different kinds of processing tasks. It is general purpose data processing machine. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറിനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. Then huge memory. Computer has enormous memory capacity. Huge volume of data can be stored in its memory for പ്രോസസ്സിങ്. എന്താണ്? പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒത്തിരി ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലേ? കമ്പ്യൂട്ടറിന് ഒത്തിരി സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു, അതിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്, 2 രീതിയിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പഠിച്ചല്ലേ? ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്? ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് വൺ തന്നെ പറയുന്നത് ലാക്ക് ഓഫ് IQ. എന്താണ്? മെനി പീപ്പിൾ തിങ്ക് ദാറ്റ് കമ്പ്യൂട്ടർ ഹാസ് സൂപ്പർ ഹ്യൂമൻ കേപ്പബിലിറ്റീസ്. എന്താണ്? സൂപ്പർ ഹ്യൂമൻ കേപ്പബിലിറ്റീസ് കമ്പ്യൂട്ടറിന് ഉണ്ടെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ മനുഷ്യർക്കുള്ള ആ ഒരു ഇൻ്റലിജൻസ് ഒരിക്കലും കമ്പ്യൂട്ടറിന് ഇല്ല. ഓക്കെ, അതാണ് ലാക്ക് ഓഫ് IQ എന്ന് പറയുന്നത്. ദെൻ ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് പവർ. അതായത് കമ്പ്യൂട്ടറിന് അതിന് സ്വയം ഒരു ഡിസിഷൻ ഉണ്ടാക്കാനുള്ള പവർ ഇല്ല. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ കൊടുക്കുന്ന ആ ഒരു കാര്യങ്ങൾ ബേസ് ചെയ്തായിരിക്കും നമുക്കൊരു ഡിസിഷൻ അത് കമ്പ്യൂട്ടർ നമുക്ക് തരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അതാണ് അതിൻ്റെ മെയിൻ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നുള്ളത് അറിയാലോ? മേ ബി ചോദിക്കാം. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ടോപ്പിക്. ഫസ്റ്റത്തെ ഈ ഒരു 4 ടോപ്പിക് വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അടുത്തത് ഒരു പുതിയ ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്, നമ്പർ സിസ്റ്റം. ഇച്ചിരി ലോങ് ടോപ്പിക്കാണ്, പക്ഷേ ഈസിയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. ഇങ്ങനെ ഒരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെൻറ്റ് നമ്പേഴ്സ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്പർ സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്താണെന്നുള്ളത് പഠിക്കണം. എന്താണ്? നമ്മുടെ നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസിൻ്റെ നമ്പർ, അതായത് എത്ര എണ്ണമാണ്, അതിനെയാണ് നമ്മൾ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് വിളിക്കുന്നത്. എന്താ? The number of symbols used in a number system is called base or radix of the number system. ക്ലിയർ അല്ലേ? അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾസിൻ്റെ എണ്ണം
അതിനെയാണ് നമ്മൾ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത്. നമ്മൾ മൊത്തം 4 നമ്പർ സിസ്റ്റം ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാ? ബൈനറി, ഒക്ടൽ, ഡെസിമൽ ആൻഡ് ഹെക്സാഡെസിമൽ. ഈ 4 എണ്ണമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബൈനറി. ബൈനറിയുടെ ബേസ് എത്രയാണ് തന്നിരിക്കുന്നത്? ടേബിൾ നോക്കിക്കേ, 2 ആണ് ബേസ്. അതായത് നമ്മളിവിടെ 2 സിമ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെയാ? 0യും 1ഉം. ഇത് രണ്ടും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് നോക്കിക്കേ, ഒക്ടൽ. അതായത് 8 ആണ് അതിന്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏതൊക്കെ സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്? 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ഡെസിമൽ. ഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അതിന്റെ ബേസ് 10 ആണ്. ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോഴേക്കും ഇവിടെ ബേസ് വരുന്നത് 16 ആണ്, 16. ഓക്കെ, അപ്പൊ 16 എന്ന് പറയുമ്പോഴേക്കും എന്തൊക്കെ നമ്മൾ യൂസ് ചെയ്യും? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് നമ്മൾ എടുത്തു. അപ്പൊ തന്നെ ഒരു 10 എണ്ണം മാറിയില്ലേ? ഓക്കെ, ബാക്കി 6 എണ്ണത്തിന് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? നോക്കി, നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ആദ്യത്തെ 6 ലെറ്റേഴ്സ് ABCDEF, ഇങ്ങനെ 6 ലെറ്റേഴ്സ് ആണ് നമ്മൾ ഹെക്സാഡെസിമലിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് സിമ്പിൾസ്. അപ്പോൾ ഈ ഒരു AB എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ 9 വരെ നമ്മൾ എടുത്തല്ലേ. അപ്പൊ 10 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു എനെ ആയിരിക്കും. ഓക്കെ, 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമലിൽ അത് B ആണ്. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമലിൽ അത് C ആണ്. 13 എന്ന് പറയുന്നത് D, 14 എന്ന് പറയുന്നത് E, അതുപോലെ 15 എന്ന് പറയുന്നത് എന്താ? F. ഇങ്ങനെയാണ് നമ്മൾ ഹെക്സാഡെസിമലിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്പർ സിസ്റ്റം എന്താണ്, ബേസ് എന്താണ്, അതുപോലെ ഓരോ നമ്പർ സിസ്റ്റത്തിന്റെ ബേസും അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സിമ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആണല്ലോ? എളുപ്പമാണ്. ബൈനറി 2, 0, 1, അതുപോലെ ഒക്ടൽ 8, 0 മുതൽ 7 വരെ. ഡെസിമൽ എന്ന് പറയുമ്പോൾ 10, 0 മുതൽ 9 വരെ. ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ 0 മുതൽ 9 വരെ ഉണ്ട്. അത് കൂടാതെ ആദ്യത്തെ 6 ഇംഗ്ലീഷ് ആൽഫബറ്റിക് ലെറ്റേഴ്സും ഉണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പർ സിസ്റ്റം. ക്ലിയർ ആണല്ലോ? ഇത് ബേസ് ആണ്, ഇത് എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്? 10 ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് ആണ് നമ്മളിവിടെ സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട് 5876. ഓക്കെ, ഇതിൻ്റെയൊക്കെ വെയിറ്റ് തൊട്ട് മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. 6ന്റെ വെയിറ്റ് എത്രയാ? 10⁻⁴. 7ന്റെ എന്ന് പറയുമ്പോൾ 10⁻⁴. 8 എന്ന് പറയുമ്പോൾ 10⁻². 5 വരുമ്പോൾ 10⁻3. അങ്ങനെ നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതെന്താ സംഭവം നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു ടേബിൾ വെച്ചിട്ട് നമ്മൾ 5 എന്ന് പറയുന്നത് 10⁻3 ആണ് അതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പൊ 5 × 10⁻3 പ്ലസ് 8ന്റെ വെയിറ്റ് എത്രയാണ് നമ്മൾ പറഞ്ഞത്? 10⁻2 അല്ലേ. ഓക്കെ, അപ്പം 10⁻2, then 7 × 10⁻1, then 6 × 10⁻0. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ? നമ്മൾ അതിന്റെ ആൻസറിലേക്ക് എത്തുവാണ്. ഇനി 10⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 1000 ആണ്. ഓക്കെ, അതറിയാലോ. then 10⁻2 എന്ന് പറയുമ്പോൾ 100 ആണ്. 10⁻1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 ആണ്. 10⁻0 ഏതൊരു നമ്പർ ⁻0 എഴുതിയാലും ആൻസർ എന്താ? 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഫൈനൽ ആയിട്ട് അതിന്റെ ആൻസർ എന്ത് കിട്ടി? 5876. ഓക്കെ, നമ്മളൊരു ഡെസിമൽ നമ്പർ എഴുതുമ്പോൾ നമ്മൾ നേരെ എഴുതും. ജസ്റ്റ് ഒരു ഇപ്പോൾ 723 എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും. പക്ഷെ എങ്ങനെയാണ് ശരിക്കും അതിലേക്ക് എത്തിയെന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ സ്റ്റെപ്സ് ക്ലിയർ ആണല്ലോ? ഓക്കെ, the weight of the digit is depends on the relative position. എന്താണ്? ഒരു ഡിജിറ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ റിലേറ്റീവ് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായല്ലോ? കണ്ടോ? Such number system is known as positional number system. നമ്മൾ പഠിക്കുന്നതെല്ലാം എന്താണ്? പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, അതായത് ഒരു ഡിജിറ്റിന്റെ വെയിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ റിലേറ്റീവ് പൊസിഷനെ വെച്ചിട്ടാണ്. ഇപ്പൊ 5ന്റെ എന്ന് പറയുമ്പോൾ 10⁻3, അതുപോലെ 8ന്റെ 10⁻2. ഇങ്ങനെ എഴുതുന്ന ഈ ഒരു റിലേറ്റീവ് പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡിജിറ്റിന്റെ വെയിറ്റ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിന് എന്താ വിളിക്കുന്നത്? പൊസിഷണൽ നമ്പർ സിസ്റ്റം അല്ലേ. ഓക്കെ, ഇനി ദ ഡിജിറ്റ് വിത്ത് മോസ്റ്റ് വെയിറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അതായത് ഇപ്പൊ നമ്മൾ 173 എന്ന് എഴുതിയെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് നമ്മൾ വെയിറ്റ് എടുത്ത് എഴുതുവാണെങ്കിൽ ഇതിന്റെ വെയിറ്റ് എന്താ? 10⁻0 ആണ്. ഇവിടെ വരുമ്പോഴോ 10⁻1, ഇത് 10⁻2. ഇങ്ങനെയാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മൾ ലാസ്റ്റ് നിന്നാണ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ റൈറ്റ് ടു ലെഫ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ 10⁻0, 10⁻1, 10⁻2. ഇവിടെ ഈ ഒരു നമ്പറിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ വെയിറ്റ് ആർക്കാ? ഇവിടെയാണല്ലേ. അതിന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ MSD എന്ന് പറയുന്നത്, അതായത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്.
ക്ലിയർ ആയോ? ഇനി ഏറ്റവും കുറവ് വെയിറ്റ് ആർക്കാണ്? ഇവിടെ വരുമ്പോൾ എന്താ 3-നാണ് ഏറ്റവും കുറവ് വെയിറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ LSD, അതായത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. മനസ്സിലായോ? ഒരിക്കലും നമ്മുടെ നമ്പർ കണ്ടിട്ട് 1 LSDയും 3 MSD എന്ന് എഴുതരുത്. അതായത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ എന്താ, 1 എന്ന് പറയുന്നത് ചെറിയ നമ്പറും 3 എന്ന് പറയുന്നത് വലിയ നമ്പറും അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയാണോ? അല്ല, നമ്മൾ വെയിറ്റ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പം ഇവിടെ 10⁻⁴ ആണ്, ഇവിടെ വരുന്നത് 10⁻². ആണ്. അപ്പോൾ വെയിറ്റ് കൂടിയതാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്, വെയിറ്റ് കുറഞ്ഞത് എപ്പോഴും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്നാണ് അറിയുന്നത്. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബേസ് എത്രയാ? 2 ആണല്ലേ? ഓക്കെ, നമ്മളവിടെ യൂസ് ചെയ്യുന്നത് 0-ഉം 1-ഉം മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ബേസ് 2 നമ്പർ സിസ്റ്റം എന്ന് കൂടി വിളിക്കും. എന്താണ്? ബേസ് 2 നമ്പർ സിസ്റ്റം, അതായത് 2 ആണ് ബേസ്. ഓക്കെ, വി യൂസ് സബ്സ്ക്രിപ്റ്റ് 2 ടു ഇൻഡിക്കേറ്റ് ബൈനറി. എന്താ നമ്മൾ ബൈനറി എങ്ങനെ എഴുതുന്നത്? അതായത് ഇപ്പം 1-ഉം 0-യും മാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 101 100 0010 ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതി പോവാം അല്ലേ? ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതുമ്പം ഈ ഒരു നമ്പറിനെ 101 എന്ന് വായിക്കാനുള്ള ഒരു ചാൻസ് ഇല്ലേ? ഉണ്ട്. അത് ഡെസിമൽ ആണല്ലേ? അപ്പം അങ്ങനെ വായിക്കാൻ പാടില്ല. കാരണം ഇതെന്താ? ഇത് ബൈനറി ആണ്. അപ്പം അതെങ്ങനെ നമുക്ക് മനസ്സിലാവും? അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് കൊടുത്തിട്ട് സബ്സ്ക്രിപ്റ്റ് ആയിട്ട് 2 എഴുതും. അപ്പം എന്താ? ഇത് ബൈനറി നമ്പറായി. ഓക്കെ, അതേസമയം നമുക്കിത് ഡെസിമൽ ആയിട്ട് കാണിക്കണമെങ്കിൽ നമുക്ക് 10 കൊടുക്കാം. അതല്ല ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെന്താ? അത് ഡെസിമൽ ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ബൈനറി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 2 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിട്ട്. ഓക്കെ, കമ്പ്യൂട്ടർ യൂസസ് ബൈനറി നമ്പർ സിസ്റ്റം ആസ് ദ ബേസിക് നമ്പർ സിസ്റ്റം ഫോർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യുന്ന ബേസിക് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റം ആണ്. അത് നോട്ട് ചെയ്യുക, കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്നത് ഈ ഒരു 0-ഉം 1-ഉം മാത്രമാണ്. ഓക്കെ, നമ്മൾ എഴുതുന്ന എല്ലാ വേർഡ്സും എല്ലാ നമ്പേഴ്സും എല്ലാ ക്യാരക്ടേഴ്സും എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? ഈ ഒരു 0-യും 1-ലേക്കും കൺവേർട്ട് ചെയ്യും. അത് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. ഓക്കെ, ബൈനറി ഡിജിറ്റ് ഈസ് ഓൾസോ കോൾഡ് ബിറ്റ്. എന്താണ്? ബൈനറി ഡിജിറ്റിനെ നമ്മൾ ബിറ്റ് എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ, 1101 ഇതൊരു ബൈനറി ഡിജിറ്റ് ആണ്. അതുപോലെ തന്നെ 101010 കണ്ടോ? ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ബൈനറി ഡിജിറ്റ്സ് എഴുതുന്നത്. അപ്പോൾ ബൈനറി നമ്പർ സിസ്റ്റം എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നതും ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ 1101 ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. നമുക്ക് താഴെ ഈ ഒരു ബൈനറി നമ്പറിന്റെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ എല്ലാം എഴുതിയിരിക്കുന്നത് 2-ന്റെ പവേഴ്സിലാണ്. നമ്മൾ ഡെസിമൽ എഴുതിയപ്പോൾ എന്താ ചെയ്തത്? 10-ന്റെ പവറിലാണ് എഴുതിയത്. എന്തുകൊണ്ടാ? അവിടെ ബേസ് 10 ആണ്, ഇവിടെ ബേസ് എന്താ? 2 ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ വെയിറ്റ് 2-ന്റെ പവേഴ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്കിയേ, 1 × 2⁻³ പ്ലസ് 1 × 2⁻² പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0. ഫൈനൽ ആൻസർ എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 13 എന്ന് കിട്ടിയല്ലേ? അതായത് 1101 എന്ന് പറയുന്ന ഈ ഒരു ബൈനറി നമ്പർ എത്രയാണ് നമ്മുടെ ഡെസിമലിൽ? 13 ആണ്. 13 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിന്റെ ബൈനറി നമ്പറാണ് 1101 എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ പഠിച്ച സെയിം കോൺസെപ്റ്റ് തന്നെ നമുക്കിവിടെ LSBയും MSBയും ഉണ്ട്. LSB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. നമ്മളവിടെ ഡിജിറ്റ് എന്നാണ് പറഞ്ഞത്. ബൈനറിയിൽ വരുമ്പോൾ എന്താണ്? ബിറ്റ് ആണ് അല്ലേ? ഓക്കെ, നമ്മുടെ റൈറ്റ് മോസ്റ്റ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് LSB ആയിരിക്കും. അതുപോലെ ലെഫ്റ്റ് മോസ്റ്റ് ബൈനറി നമ്പർ എന്ന് പറയുന്നത് MSB ആയിരിക്കും. ക്ലിയർ ആണല്ലോ ആ ഒരു കോൺസെപ്റ്റ്? അപ്പോൾ നമ്മൾ ഡെസിമലും കംപ്ലീറ്റ് ചെയ്തു, ബൈനറിയും കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? നമ്പർ സിസ്റ്റത്തിൽ അടുത്തത് വരുന്നതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഈ ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ടും ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ബേസ് 8 നമ്പർ സിസ്റ്റം എന്ന് കൂടി വിളിക്കും. എന്തുകൊണ്ടാണ്? ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആണ്. നമ്മൾ ഏതൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്? 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റ്സ് അല്ലേ? ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് 236. ഇത് ഒരു ഒക്ടൽ നമ്പർ ആണ്. നോക്കിക്കേ, താഴെ 8 സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വെയിറ്റ് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 8-ന്റെ പവേഴ്സിലാണ് അല്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 8 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഒക്ടൽ നമ്പറിന്റെ വെയിറ്റ് 8-ന്റെ പവേഴ്സിലാണ് അവർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിത് ഇതിന്റെ ആൻസർ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ. നോക്കിയേ, 2 × 8⁻² പ്ലസ് 3 × 8⁻1 പ്ലസ് 6 × 8⁻0. ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടി? 158 എന്ന് കിട്ടി. അതായത് 236 എന്ന് പറയുന്ന ഈ ഒരു ഒക്ടൽ നമ്പർ. ഓക്കെ, ഈ ഒരു ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത് 158 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പർ ആണ്. ഓക്കെ, അതായത് 158-നെ ഒക്ടലിലേക്ക് മാറ്റിയാൽ നമുക്ക് എന്ത് കിട്ടും? 236 കിട്ടും.
ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മൾ മൊത്തം 4 എണ്ണമാണ് പറഞ്ഞത് അല്ലേ? ബൈനറി പറഞ്ഞു, ഡെസിമൽ പറഞ്ഞു, ഒക്ടൽ പറഞ്ഞു, ലാസ്റ്റത്തെയാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്താ, ഇതിന്റെ ബേസ് 16 ആണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കും? ബേസ് 16 നമ്പർ സിസ്റ്റം എന്ന് വിളിക്കും. ഓക്കെ, നമ്മൾ മെമ്മറി അഡ്രസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്പർ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. വെയിറ്റ് ഓഫ് ഈച്ച് ഡിജിറ്റ് ഈസ് പവർ ഓഫ് 16. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ എന്താ, 16ന്റെ പവറിലാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ടേബിൾ വന്നിട്ടുണ്ട്. ഞാൻ ഇതാദ്യം നമ്മൾ ഹെക്സാഡെസിമലിന്റെ സിമ്പിൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. നോക്കിക്കേ, ഹെക്സാഡെസിമലും അതിന്റെ ഡെസിമലും കണ്ടോ. 9 വരെ നമ്മൾ എടുക്കുന്നത് ഡിജിറ്റ്സ് ആണ്. ബാക്കി ABCDEF അത് നമ്മുടെ ഡെസിമലിൽ ഏതൊക്കെയാണ്? 10 മുതൽ 15 വരെയുള്ള നമ്പേഴ്സ്. ക്ലിയർ ആണല്ലോ? നോക്കിക്കേ, 12AF, 1AC 10, 2D.4, 12AF ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താ, ഹെക്സാഡെസിമൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 12AF ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്താ, 12AF ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പർ. ഓക്കെ ആയല്ലോ? ഓക്കെ, അപ്പൊ ഇതിന്റെ പവർ കൊടുത്തിരിക്കുന്നത് നോക്കിയേ. എഫിന്റെ പവർ എന്താ, 16ന്റെ പവേഴ്സിലാണ് നമ്മൾ ഹെക്സാഡെസിമൽ എഴുതുന്നതെന്ന് പറഞ്ഞല്ലേ. എഫിന്റെ പവർ 16⁻0, എന്റെ പവർ എന്താ, 16⁻1, 2 എന്ന് പറയുമ്പോൾ 16⁻2, 1 16⁻3. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കണ്ടേ, ഇതിന്റെ ഡെസിമൽ നമ്പർ കണ്ടുപിടിക്കണ്ടേ. അതിനെന്താ ചെയ്യുന്നത്? 1 × 16 × 3 അത് ഓക്കെ ആണല്ലേ, ഡൗട്ട് ഒന്നുമില്ല. ഇതോ 2 × 16⁻2 അതും ഓക്കെ. എ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 9 കഴിഞ്ഞ് പിന്നെ വരുന്ന 10ന് പകരമാണ് നമ്മൾ എ കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ എ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? 10 എഴുതണം. അതുപോലെ എഫ് വന്നിരിക്കുന്ന നോക്കിക്കേ. അപ്പൊ എഫ് വരുമ്പോ എന്താ, 15 ആയിരിക്കണം അവിടെ എഴുതേണ്ടത്. അല്ലാതെ A × 16⁻1 എന്ന് എഴുതരുത്. ശ്രദ്ധിക്കുക, എ എന്ന് പറയുമ്പോൾ അത് 10 ആണ്. അപ്പൊ അത് ആലോചിക്കണം. ഓക്കെ, അപ്പൊ 10 എഴുതുക. അതുപോലെ എഫിന്റെ പ്ലേസിൽ എന്ത് എഴുതുക? 15 എഴുതുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 4783 എന്ന് കിട്ടി. അതായത് ഈ ഒരു ഹെക്സാഡെസിമൽ നമ്പറിന്റെ ഡെസിമൽ നമ്പർ എത്രയാണ്? 4783. ക്ലിയർ ആയില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? എളുപ്പമല്ലേ? നമുക്ക് സിമ്പിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മുടെ 4 നമ്പർ സിസ്റ്റം. ഏതൊക്കെയാ? ബൈനറി, ഡെസിമൽ, ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ?